രാവിലെ 5:30-ക്കാണ് ഇവിടെ നട തുറക്കുന്നത്. 5 മണി മുതലേ സർവീസ് ഉണ്ട്. ഇപ്പം ഈ പല ഡിപ്പോയിൽ നിന്നും ഒരു 25ഓളം ബസ് പിന്നെ ആറ്റുകാൽ കിഴക്കേക്കോട്ട സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരക്ക് കൂടുതലെന്ന് വെച്ചാൽ പല ഡിപ്പോയിലും വീണ്ടും സ്പെഷ്യൽ സർവീസുകളായിട്ട് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ബുക്ക് ചെയ്ത് തമ്പാനിൽ വന്നിറങ്ങുന്നവർക്ക് അവിടുന്ന് നമ്മളെ ഈ സ്പെഷ്യൽ സർവീസുകൾ ക്ഷേത്രനടയിലേക്കുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ബുക്ക് ചെയ്ത് വന്നിറങ്ങുന്ന യാത്രക്കാർക്കും അല്ലാത്തവർക്കും നേരെ ക്ഷേത്രനടയിലേക്ക് ബസ് സർവീസ് ഉണ്ട്. എത്ര മിനിറ്റ് കൊണ്ട് എത്തുമായിരിക്കും ഏകദേശം? ഏകദേശം ഒരു 15-20 മിനിറ്റ്. നമസ്കാരം. ആറ്റുകാൽ പൊങ്കാല ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് എങ്ങനെ ഈ ക്ഷേത്രത്തിലേക്ക് എത്താം എന്നുള്ള ഒരു ഗതാഗത മാർഗം തന്നെയാണ്. ആ ഒരു കണക്കിൽ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് KSRTC സർവീസുകളാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായിട്ടാണ് ഇപ്പോൾ നമ്മളോടൊപ്പം KSRTCയിലെ ഉദ്യോഗസ്ഥർ ചേരുന്നത്. സർ, എങ്ങനെയാണ് ഇത്തവണത്തെ KSRTC ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഭക്തജനങ്ങൾക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടി KSRTC സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തുമായിട്ട് എല്ലാ ഡിപ്പോകളുമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ കുറെ ഭക്തജനങ്ങൾ കൂടുന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അതിനനുസരിച്ച് KSRTC യാത്രാ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് സമയ ക്രമീകരണമൊക്കെ? സമയം രാവിലെ 5 മണി മുതൽ രാവിലെ 5:30-ക്കാണ് ഇവിടെ നട തുറക്കുന്നത്. 5 മണി മുതലേ സർവീസ് ഉണ്ട്. ഇപ്പം ഈ പല ഡിപ്പോയിൽ നിന്നും ഒരു 25ഓളം ബസ് പിന്നെ ആറ്റുകാൽ കിഴക്കേക്കോട്ട സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരക്ക് കൂടുതലെന്ന് വെച്ചാൽ പല ഡിപ്പോയിലും വീണ്ടും സ്പെഷ്യൽ സർവീസുകളായിട്ട് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതായിരിക്കും. ഏകദേശം ഒരു ദിവസം എത്ര സർവീസ് നടത്തുമായിരിക്കും? ഒരു ദിവസം ഇപ്പൊ നമ്മൾ സ്പെഷ്യലി കിഴക്കേക്കോട്ട തമ്പാനൂര് ക്ഷേത്രനട ഇങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന യാത്രക്കാർക്കും തമ്പാനിൽ വന്നിറങ്ങുന്ന യാത്രക്കാർക്കും കിഴക്കേക്കോട്ടയിൽ ഇറങ്ങുന്ന യാത്രക്കാർക്കും ക്ഷേത്രനടയിലേക്ക് കുറഞ്ഞ ചെലവിൽ KSRTC സ്പെഷ്യൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിനിമം ചാർജ് എത്രയാണ്? മിനിമം 12 രൂപ. 12 രൂപ. എത്ര കിലോമീറ്ററിന്റെ ഉള്ളിലാണ്? 3 കിലോമീറ്ററിനകത്ത്. അതായത് ഒരു ഫസ്റ്റ് ഇതിനകത്തുള്ളത്. സാധാരണ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സർവീസ് ഉണ്ടാകുന്നത് ഇതുവരെയുള്ളത് എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ? ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞ കാലങ്ങളെക്കാട്ട് ഓരോ വർഷവും സർവീസും വർദ്ധിച്ചു വരികയാണ്. അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. അതിനനുസരിച്ചുള്ള എല്ലാ സൗകര്യവും KSRTCന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരു പരാതിക്കും ഇതുവരെ ഇടവരുത്തിയിട്ടില്ല. ഏകദേശം ഒരു 14 വർഷം കൊണ്ട് 15 വർഷം കൊണ്ട് ഒരു പരാതി പോലും വരാതെ, ഏറ്റവും വലിയ ഭാഗ്യം തന്നെ ഒരു അപകടം പോലും വരാതെ കൈകാര്യം ചെയ്യാൻ വേണ്ടി KSRTC ജീവനക്കാർ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. അത് അമ്മയുടെ ഭാഗ്യമാണ്. എങ്ങനെയാണ് ഇവിടെ നിന്ന് നേരത്തെ ബുക്ക് ചെയ്യണോ? അതിന്റെ പ്രോസസ് എങ്ങനെയാണ്? അതായത് ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് വരുമ്പോ നേരത്തെ ബുക്ക് ചെയ്യണോ അതോ കയറി ഇരുന്ന് വരാം? ബുക്ക് ചെയ്ത് തമ്പാനിൽ വന്നിറങ്ങുന്നവർക്ക് അവിടുന്ന് നമ്മളെ ഈ സ്പെഷ്യൽ സർവീസുകൾ ക്ഷേത്രനടയിലേക്കുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ബുക്ക് ചെയ്ത് വന്നിറങ്ങുന്ന യാത്രക്കാർക്കും അല്ലാത്തവർക്കും നേരെ ക്ഷേത്രനടയിലേക്ക് ബസ് സർവീസ് ഉണ്ട്. എത്ര മിനിറ്റ് കൊണ്ട് എത്തുമായിരിക്കും ഏകദേശം? ഏകദേശം ഒരു 15-20 മിനിറ്റ്. ബ്ലോക്ക് കൂടുതലെന്ന് അരമണിക്കൂർ. അതിന്റെ ഉള്ളിൽ ഇവിടെ എത്തിക്കാന്നുള്ള ഉറപ്പ് ഇതുവരെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ തിരക്ക് കൂടുമ്പോൾ ബ്ലോക്കുകൾ വരുന്നതിനനുസരിച്ച് ക്രമീകരിച്ച് ഭക്തജനങ്ങൾക്ക് പരാതിയില്ലാത്ത തരത്തിൽ ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റിന് പരാതിയില്ലാത്ത തരത്തിൽ പോലീസുകാരുടെ സഹകരണം ഭയങ്കരമാണ് ഇവിടെ. ആ സഹകരണത്തോടുകൂടി നമ്മൾ ശരിക്കും സർവീസ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ലാഭത്തിലാണ് സ്പെഷ്യൽ സർവീസ് നടത്തിയത്. എപ്പോഴും സ്പെഷ്യൽ സർവീസ് നഷ്ടത്തിലാണ് ആവാറ്. കഴിഞ്ഞ പ്രാവശ്യം ലാഭത്തിലാണ് നടത്തിയത്. എന്തെങ്കിലും സ്പെഷ്യൽ നിർദ്ദേശമൊക്കെ ലഭിച്ചിരുന്നോ ഗതാഗത വകുപ്പ് മന്ത്രിയിൽ നിന്ന് ആറ്റുകാൽ പൊങ്കാലയുമായി? നല്ല രീതിയിൽ ഭക്തജനങ്ങൾക്ക് വേണ്ട അവരെ ഇഷ്ടാനുസരണം അനുസരിച്ചുള്ള സർവീസ് നടത്താനാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട CMD ഇന്ന് ഞങ്ങളെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നല്ല നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ ആ രീതിയിൽ തന്നെയാണ് എല്ലാവരും ഒരു മനസ്സോടെ ഒരു മയ്യോടെ മെനക്കെടുന്ന സർവീസാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. എത്ര ബസ് വിട്ട് നൽകിയിട്ടുണ്ട്? ഈ 3 കിലോമീറ്ററിനകത്ത് പോയിട്ട് വരാൻ നമുക്ക് ചെയിനായിട്ട് അടിക്കാൻ വേണ്ടി 20-25ഓളം സർവീസ് ഉണ്ട്. അല്ലാതെ പൊങ്കാലയ്ക്കാണ് കേരളത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നും ഡിപ്പോയിൽ നിന്നും വണ്ടികൾ വന്ന് എത്രയും പെട്ടെന്ന് ഭക്തജനങ്ങളെ തിരിച്ച് വീട്ടിലെത്തിക്കാനുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. അതായത് KSRTC ഒരുങ്ങിക്കഴിഞ്ഞു. മൊത്തത്തിൽ വലിയൊരു ആഘോഷത്തിലേക്കാണ് നമ്മുടെ തിരുവനന്തപുരം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നിരവധി ആളുകൾ വരുന്നുണ്ട്. ഇപ്പോ സമയം നട്ടുച്ച എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ സമയത്ത് പോലും ഒരുപാട് വിശ്വാസികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള സജ്ജീകരണങ്ങളൊക്കെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. KSRTCയുടെ ഭാഗത്ത് നിന്ന് വിശ്വാസികളെ എത്രയും പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിൽ എത്തിക്കാനും അതിനുള്ള ഉറപ്പും ഒക്കെയാണ് നൽകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിന്റെ കവാടത്തിന്റെ ഏകദേശം തൊട്ടടുത്തായിട്ടാണ് KSRTC ബസ് സർവീസിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 25 ബസ്സോളം ഇത്തരത്തിൽ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നേരത്തെ തന്നെ ഉറപ്പ് നൽകിയിരുന്നു. വിശ്വാസികൾക്കൊപ്പം KSRTCയും സജീവമായിട്ടുണ്ടാകുമെന്ന്. എല്ലാ തവണത്തെയും പോലെ തന്നെ ഇത്തവണയും KSRTC പൂർണ്ണമായിട്ട് വിശ്വാസികൾക്ക് ഒപ്പം തന്നെ ഉണ്ടാകും. എല്ലാ തവണയും ഉണ്ടാകുന്നതിനേക്കാൾ അധികം സർവീസുകൾ ഈ തവണ ഒരുക്കി വച്ചിട്ടുണ്ട് എന്നതും KSRTC
KSRTCയുടെ ഉറപ്പാണ്. ഏകദേശം തമ്പാനൂരിൽ നിന്നൊക്കെ ഇവിടേക്ക് എത്താൻ ഏകദേശം 10-15 മിനിറ്റ് ആണ് പറയാറുള്ളത്. പക്ഷേ നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാലയാണ്, തിരക്കുണ്ടാകും, സ്വാഭാവികമായിട്ട് ഗതാഗത കുരുക്കുണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അരമണിക്കൂറോളം എടുക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള നിരീക്ഷണങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും 20ഓളം അധിക സർവീസുകൾ, സ്പെഷ്യൽ സർവീസുകൾ, അതോടൊപ്പം തന്നെ സ്ഥിരമായിട്ട് ആറ്റുകാലിലേക്കുള്ള സർവീസുകൾ, അതൊക്കെ തന്നെ KSRTCയുടെ ഭാഗത്തു നിന്നും ഉറപ്പ് നൽകുകയാണ്. എന്തായാലും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി തിരുവനന്തപുരം ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരുക്കങ്ങളൊക്കെ? കുഴപ്പമില്ല. ഇവിടെ പെട്ടെന്ന് അവർക്ക് തൊഴുതു വരാൻ പറ്റി. പൊങ്കാല ഇടാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് അതിന് മുന്നോടിയായിട്ട് എല്ലാ ഡിപ്പോയിലും KSRTC വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് ക്ഷേത്രത്തിൽ തൊഴുന്നതിന് വേണ്ടി അന്ന് വരുമ്പോൾ തൊഴാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് 3-4 ട്രിപ്പുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ഡിപ്പോയിൽ നിന്ന് വെഞ്ഞാറമൂട്, പത്തനംതിട്ടയൊക്കെ വന്നിട്ട് പോയിട്ടുണ്ട്. ഇവിടെ കാര്യങ്ങൾ സുഖമായിട്ട് ഇപ്പം തൊഴുതു വരാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് കാര്യങ്ങൾ KSRTC സംവിധാനങ്ങൾ പൊങ്കാല ഇടുന്നതിന് വേണ്ടി എനിക്ക് 100ഓളം ബസ്സുകൾ പൊങ്കാലയ്ക്ക് വേണ്ടി തന്നെ ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഡിപ്പോയിൽ നിന്ന് 5 മുതൽ 10 വരെ ബസ്സുകൾ KSRTC പാക്കേജ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അവർക്ക് തൊഴാൻ പറ്റാത്തത് കൊണ്ട് അവരെ മുന്നോടിയായിട്ട് അവർക്ക് വീണ്ടും ട്രിപ്പുകൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വന്നത് മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് വന്നതാണ് ഈ ബസ്. ഇപ്പൊ പത്തനംതിട്ട വെഞ്ഞാറമൂടൊക്കെ വന്നിട്ട് പോയിട്ടുണ്ട്. ഇനിയും കുറെ ബസ്സുകളൊക്കെ വരാനുണ്ട്. നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു.